ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ബാങ്കിങ് അവയർനെസ് ആണ്. എല്ലാ ബാങ്ക് എക്സാമുകൾക്കും പൊതുവെയുള്ള എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും ഈ ഫീൽഡിൽ നിന്ന് ചോദ്യങ്ങൾ ഉറപ്പായും കാണും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അതിൻ്റെ ആദ്യത്തെ ഭാഗമാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാങ്ക്. എന്താണ് ഈ ബാങ്ക്? ബാങ്ക് എന്ന് പറഞ്ഞാൽ എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. Its primary function is accepting deposit and lending money and grant loans. ഒരു ബാങ്ക് എന്ന് പറയുന്നത് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നും ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നു. ഒരു നിശ്ചിത ഇൻട്രസ്റ്റിൽ അക്സെപ്റ്റ് ചെയ്തിട്ട് പബ്ലിക്കിന് തന്നെ ലോൺ മുഖേന തിരികെ നൽകുന്നു. അത് ഒരു നിശ്ചിത ഇൻട്രസ്റ്റിൽ. അതാണ് ബാങ്കിൻ്റെ ഫങ്ഷൻ. എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് അക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ആൻഡ് ഗ്രാൻഡ് ലോൺസ്. പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നും പണം മേടിക്കുന്നു, പബ്ലിക്കിന് തന്നെ തിരികെ നൽകുന്നു. അപ്പോൾ ഇവിടെ എവിടെയാണ് ബാങ്കിന് ലാഭം? ആ ലാഭം എന്ന് പറയുന്നത് ഈ പബ്ലിക്കിൻ്റെ ഡെപ്പോസിറ്റ് മേടിക്കുന്ന ഇൻട്രസ്റ്റ് ലോൺ കൊടുക്കുന്ന ഇൻട്രസ്റ്റിനേക്കാൾ കുറവായിരിക്കും. അപ്പോൾ അവിടെ ഒരു വേരിയേഷൻ വന്നില്ലേ? ആ ഇൻട്രസ്റ്റിൻ്റെ വേരിയേഷനാണ് ബാങ്കിൻ്റെ പ്രോഫിറ്റ്. അപ്പോൾ ആ ബാങ്കിൻ്റെ പ്രോഫിറ്റാണ് ബാങ്കിൻ്റെ മറ്റ് നടത്തിപ്പിന് വേണ്ടി മറ്റ് കാര്യങ്ങൾക്കും വേണ്ടിയും ബാങ്ക് യൂസ് ചെയ്യുന്നത്. അവിടെയാണ് ബാങ്കിൻ്റെ പ്രോഫിറ്റ്. അന്നേരം ബാങ്ക് എന്ന് പറയുന്നത് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് അക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ആൻഡ് ഗ്രാൻഡ് ലോൺസ്. അപ്പം ഈ ബാങ്ക് ഇന്ത്യയിലുള്ള എല്ലാ ബാങ്കുകളും പ്രവർത്തിക്കണമെങ്കിൽ ഒരു പർട്ടിക്കുലർ ആക്ട് ഉണ്ട്, ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. ആ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഇംപ്ലൈസ് ചെയ്തിരിക്കണം. അത് ബാങ്ക് റെഗുലേഷൻ ആക്ട് ഇംപ്ലൈസ് ചെയ്യാത്ത കുറച്ച് ബാങ്കുകൾ എന്ന് പറയുന്നത് സഹകരണ ബാങ്കുകൾ, നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്ക്സ് ഉണ്ട്. അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ പൊതുവേ 3 ആക്റ്റുകൾ പഠിക്കും. ഒന്ന് ബാങ്കിങ് റെഗുലേഷൻ ആക്ട്, ഒന്ന് RBI ആക്ട്, മറ്റൊന്ന് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട്. അപ്പോൾ നമ്മൾ 3 ആക്റ്റും സെപ്പറേറ്റ് ആയിട്ട് പിന്നീട് പഠിക്കും. അത് 3ഉം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇപ്പം പറഞ്ഞു വന്ന ബാങ്കാണ്. ബാങ്ക് ഇറ്റ്സ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് അക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ആൻഡ് ഗ്രാൻഡ് ലോൺസ്. അടുത്ത ഹിസ്റ്ററി ഓഫ് ബാങ്കിങ് ഇൻ ഇന്ത്യ. അപ്പോൾ നമുക്ക് ബാങ്കിൻ്റെ ഒരു ചരിത്രമുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ബാങ്ക് എന്ന് പറയുന്നത് 1770 സ്ഥാപിച്ച ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ്. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ് 1770. അത് സ്ഥാപിച്ചത് ആരാണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി. അന്നേരം അത് ഫോറിനേഴ്സാണ് ആ ബാങ്ക് സ്ഥാപിച്ചത്. അപ്പോൾ തന്നെ ഇന്ത്യയിൽ ആദ്യത്തെ തന്നെ ഒരു ബാങ്ക് സ്ഥാപിച്ചത് ഫോറിനേഴ്സാണ്. അതെവിടെയാണ്? കൊൽക്കട്ടയിലാണ് സ്ഥാപിച്ചത്. ആദ്യത്തെ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ 1770 കൊൽക്കട്ട. അന്നേരം മൊത്തത്തിൽ ഇന്ത്യക്കാർ മാത്രമായിട്ട് തുടങ്ങിയ ഒരു ബാങ്കാണ്. അതായത് ഫുള്ളി ഇന്ത്യൻ ഓൺഡ് ബാങ്ക് എന്ന് പറയുന്നതാണ് ആദ്യത്തെ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. അത് ഇപ്പോഴും നിലവിലുണ്ട്. അതുകൊണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യക്കാർ തന്നെ ഓൺ ചെയ്ത് തുടങ്ങിയ 1894 വർഷവും ഇമ്പോർട്ടൻ്റ് ആണ്. പഞ്ചാബ് നാഷണൽ ബാങ്കാണ് ആദ്യമായി ഇന്ത്യക്കാർ മൊത്തത്തിൽ ഫുള്ളി ഓൺ ബൈ ഇന്ത്യൻസ്. അത് ഇപ്പോഴും നിലവിലുണ്ട്, പഞ്ചാബ് നാഷണൽ ബാങ്ക്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയാണ്. അപ്പോൾ ഈ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ഫൗണ്ടർ ആരാണ്? എല്ലാവരും കേട്ടിട്ടുള്ള വ്യക്തിയാണ് ലാലാ ലജ്പത് റായ്. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ഫൗണ്ടർ ലാലാ ലജ്പത് റായ് ആണ്. അപ്പോൾ ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ആദ്യത്തെ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ 1770 കൊൽക്കട്ട. രണ്ടാമത്തെ പഞ്ചാബ് നാഷണൽ ബാങ്ക് ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി 1894 ലാലാ ലജ്പത് റായ്, ഫുള്ളി ഓൺ ബൈ ഇന്ത്യൻസ്. മറ്റേ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ഫുള്ളി ഓൺഡ് ബൈ ഫോറിനേഴ്സ്. അപ്പോൾ നമ്മൾ ഈ ബാങ്കിൻ്റെ ചരിത്രം പഠിക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് RBI വരെ വന്ന ഒരു കാലഘട്ടം ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് പോവാം. അപ്പോൾ ഈ സ്വാതന്ത്ര്യത്തിന് മുമ്പ്, ബിഫോർ ഇൻഡിപെൻഡൻസ്, ഈ ബാങ്കുകൾ രണ്ടായിട്ട് ബിഫോർ ഇൻഡിപെൻഡൻസിൽ ബാങ്കുകൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് കിട്ടുന്നതിന് മുമ്പ് ഇന്ത്യയിലുള്ള ബാങ്കുകളെ രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്ന് സ്വദേശി ബാങ്കും ഒന്ന് ഫിറംഗി ബാങ്കും. ഈ സ്വദേശി ബാങ്ക് എന്ന് പറയുന്ന ഫുള്ളി ഓൺ ബൈ ഇന്ത്യൻ, അത് ഇന്ത്യക്കാരാണ് അതിൻ്റെ ഓണർഷിപ്പ് ഉള്ളത്. പിന്നെ ഫിറംഗി ബാങ്ക് എന്ന് പറയുന്നത് ഫോറിനേഴ്സാണ് അതിൻ്റെ ഓണർഷിപ്പ്.
അപ്പോൾ ഏതൊക്കെ ബാങ്കാണ്? സ്വദേശി ബാങ്കും ഫിരംഗി ബാങ്കും. അപ്പോൾ ഈ സ്വദേശി ബാങ്ക് എന്ന് പറയുന്ന കൂടുതലും അവർ മെയിൻ എയിം ചെയ്തിരുന്നത് എക്സ്പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പർട്ടിക്കുലർ മാറ്റേഴ്സാണ്. എക്സ്പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾക്കാണ് അവർ സ്വദേശി ബാങ്കുകൾ മെയിൻ എയിം ചെയ്തിരുന്നത്. കാരണം എക്സ്പോർട്ട് ചെയ്ത് നമ്മുടെ പ്രോഡക്ട്സ് വെളി രാജ്യങ്ങളിൽ പോവുക, അവിടുത്തെ പേയ്മെൻറ്റ് വഴി ആണ് ഈ ബാങ്കിന് പ്രോഫിറ്റ് കിട്ടിയിരുന്നത്. കാരണം എക്സ്പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സിലാണ് സ്വദേശി ബാങ്ക് കൂടുതൽ എയിം ചെയ്തിരുന്നത്. ഫിരംഗി ബാങ്ക് എന്ന് പറയുന്ന ഫോറിനേഴ്സ് നടത്തുന്ന ബാങ്കാണ്. അവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ഇൻ ഫോറിൻ കൺട്രീസ്, മറ്റ് ഫോറിൻ രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെ സ്വദേശി ബാങ്ക് എന്ന് പറയുന്ന അവരുടെ എയിം എന്നതാണ് അവർ എക്സ്പോർട്ട് റിലേറ്റഡ് ഐറ്റംസ് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു. ഫിരംഗി ബാങ്കുകൾ എന്ന് പറയുന്നത് അവർ ഫോറിൻ കൺട്രീസിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. ബട്ട് ഈ രണ്ട് ബാങ്കുകൾ ഇങ്ങനെ ചെയ്യുമ്പോഴും ഇന്ത്യൻ എക്കോണമിയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ രണ്ട് പേർക്കും പറ്റത്തില്ല. അപ്പം ഇത് അന്ന് ബ്രിട്ടീഷ് ആയിരുന്നു നമ്മുടെ ഭരണം. അന്നേരം അന്ന് അവർ ഭരിച്ചുകൊണ്ടിരുന്ന അവരൊരു പർട്ടിക്കുലർ ഒരു ബോഡി ക്രിയേറ്റ് ചെയ്തു, ഒരു കമ്മീഷൻ ക്രിയേറ്റ് ചെയ്തു. 1920 ഒരു തീരുമാനം വന്നിട്ട് 1926 ഒരു കമ്മീഷൻ ഫോം ചെയ്തു. അതാണ് ഹിൽട്ടൺ യങ് കമ്മീഷൻ. ഈ ഹിൽട്ടൺ യങ് കമ്മീഷൻ അത് വന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇന്ത്യയുടെ എക്കണോമിക്ക് ഗുണപരമായിട്ട് ഒരു ബാങ്ക് ഈ ബാങ്കിങ് സെക്ടറിനെ എല്ലാം കൂടെ ഒരു കുടക്കീഴിൽ വരുത്തണം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഈ ഹിൽട്ടൺ യങ് കമ്മീഷൻ വന്നത് 1926. പക്ഷേ 26 നിങ്ങൾ ആലോചിക്കണം, നമ്മൾ പഠിച്ചിട്ടുണ്ട് RBI കംസ് അണ്ടർ ഹിൽട്ടൺ യങ് കമ്മീഷൻ എന്ന്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വന്നത് ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ ശുപാർശയാണ്. പക്ഷേ RBI വന്നത് 1935. പക്ഷേ ഹിൽട്ടൺ യങ് കമ്മീഷൻ വന്നത് 1926. ഇത്ര ഒരു ഗ്യാപ്പ് ഇടയ്ക്ക് വന്നു. ഗ്യാപ്പ് വന്നു പറഞ്ഞാൽ നമ്മൾ 1926 ഇങ്ങനൊരു തീരുമാനം വന്നു, ഒരു കമ്മീഷൻ വന്നു, അവരുടെ ഫൈൻഡിങ്സ് കണ്ടെത്തി 1926 കണ്ടെത്തിയിട്ടും നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റെപ്പുകളൊന്നും എടുക്കാതെ അങ്ങ് ഡൗൺ ആയിരുന്നതാണ്. പിന്നെ 1930 US ഒരു ക്രൈസിസ് വന്നു, ഒരു എക്കണോമിക് ക്രൈസിസ് വന്നു. അതെന്ന് പറയുന്നത് നമുക്കറിയാം, ഇന്ത്യ എന്ന് പറയുന്നത് ഫുള്ളി ഡിപ്പെൻഡൻ്റ് ഓൺ ഫോറിൻ കൺട്രീസ്. ഇന്ത്യയുടെ എക്കണോമി തന്നെ വെളി രാജ്യങ്ങളിലെ അവരെ ഡിപ്പെൻഡ് ചെയ്താണ്. അങ്ങനെ US ഒരു ക്രൈസിസ് 1930 വന്നതിന് ശേഷമാണ് ഈ ഗവൺമെൻറ്, അന്ന് ഭരിച്ചിരുന്ന ഗവൺമെൻറ് ഈ കാര്യങ്ങളെ സീരിയസ് ആയി നോക്കിക്കാണുകയും ഈ ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശുപാർശയോടെ 1934 ഈ US ക്രൈസിസിന് ഫലമായി 1934 ഒരു ആക്ട് വന്നു. അതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട്. ആ ആക്ട് പ്രകാരം വന്ന ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1935. അപ്പോൾ ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വന്നത് RBI ആക്ട് 1934 RBI ആക്ട് വന്നത്. എസ്റ്റാബ്ലിഷ്ഡ് ചെയ്തത് April 1, 1935. ഇത് ആക്ട് വഴി വന്നതായതുകൊണ്ട്, ബൈ ആക്ട്, ഒരു പർട്ടിക്കുലർ ആക്ട് വഴി വന്നതായതുകൊണ്ടാണ് ഇതിനെ നമ്മളൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയല്ല, സ്റ്റാറ്റ്യൂട്ടറി ബോഡി ബൈ ഹിൽട്ടൺ യങ് കമ്മീഷൻ. അപ്പം ആദ്യത്തെ RBI ഗവർണർ എന്ന് പറയുന്നത് അന്നത്തെ ഉള്ള ഓസ്ബോൺ സ്മിത്ത് ആയിരുന്നു. ഓസ്ബോൺ സ്മിത്ത് ഇന്ത്യക്കാരനായ ആദ്യത്തെ RBI ഗവർണറാണ്. CD ദേശ്മുഖ്. അപ്പോൾ 1935 RBI ഫോം ചെയ്തത് കൽക്കട്ടയിലായിരുന്നു ആദ്യം. അങ്ങനെ 1935 നിന്നും 1937 ഈ കൽക്കട്ടയിൽ നിന്നും മുംബൈയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. RBIയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇപ്പോഴും മുംബൈ തന്നെയാണ്. RBIയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇപ്പം മുംബൈയിലാണ്. 4 സോണൽ ഓഫീസുണ്ട്. ആ 4 സോണൽ ഓഫീസ് എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലെ നോർത്തിലെ സോണൽ ഓഫീസ് ന്യൂഡൽഹി, വെസ്റ്റിലെ സോണൽ ഓഫീസ് മുംബൈ, ഈസ്റ്റ് കൊൽക്കത്ത, സൗത്ത് ചെന്നൈ. നമുക്കെല്ലാവർക്കും അറിയാം, നോർത്തിലെ മെയിൻ ഏതാണ്? ന്യൂഡൽഹി. ഈസ്റ്റിലെ മെയിൻ ഏതാണ്? കൊൽക്കത്ത. വെസ്റ്റിലെ മെയിൻ ഏതാണ്? മുംബൈ. സൗത്തിലെ മെയിൻ ഏതാണ്? ചെന്നൈ. ഇപ്പം 4 സോണൽ ഓഫീസുണ്ട്. നോർത്ത്, വെസ്റ്റ്, ഈസ്റ്റ്, സൗത്ത്.
റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ എന്ന് പറയുന്നത് ശക്തികാന്ത ദാസാണ്. 25ാമത്തെ ഗവർണറാണ്. ഇതിന് മുമ്പ് ആരായിരുന്നു? ഊർജിത് പട്ടേലാണ്. ഇച്ചിരി ഫേമസ് പുള്ളിയാണ്. കാരണം നോട്ട് നിരോധനം വന്ന സമയത്ത് ഊർജിത് പട്ടേലായിരുന്നു. അതിന് മുമ്പ് രഘുറാം രാജനായിരുന്നു. പിന്നെ RBI ഗവർണറായതിനു ശേഷം പ്രധാനമന്ത്രിയായ വ്യക്തി എന്ന് പറയുന്നത് മൻമോഹൻ സിംഗ് ആണ്. മൻമോഹൻ സിംഗ് നേരത്തെ RBI ഗവർണറായിട്ടുണ്ട്. അദ്ദേഹം RBI ഗവർണർ ആവുന്നതിന് മുമ്പ് ഫിനാൻസ് മിനിസ്റ്റർ ആണ്. RBIയിൽ ഒരു ഗവർണർ, 4 ഡെപ്യൂട്ടി ഗവർണറുണ്ട്. ആ 4 ഡെപ്യൂട്ടി ഗവർണർ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? ഇപ്പോഴുള്ള 4 ഡെപ്യൂട്ടി ഗവർണർ. ഇപ്പം ശക്തികാന്ത ദാസാണ് ഗവർണർ. 4 ഡെപ്യൂട്ടി ഗവർണേഴ്സ് ആരൊക്കെയാണ്? M രാജേശ്വർ റാവു, MD പാത്ര, MK ജെയിൻ, BP കാനുങ്കോ. 4 പേരാണ്. M രാജേശ്വർ റാവു, MD പാത്ര, MK ജെയിൻ, BP കാനുങ്കോ. അപ്പോൾ ഈ RBIയുടെ ഗവർണേഴ്സും ഡെപ്യൂട്ടി ഗവർണേഴ്സും നമ്മൾ നോക്കി. ഇനി RBIയുടെ അണ്ടറിൽ വരുന്ന കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ബാങ്ക്സ്. എല്ലാ ബാങ്കുകളും, ഇപ്പോൾ ഏതൊരു ബാങ്ക് എവിടെ പ്രവർത്തനം ആരംഭിച്ചാലും അത് RBIയുടെ കീഴിലാണ്. RBIയുടെ അണ്ടറിൽ വരുന്നതാണ് ബാങ്ക്സ്. NBFC എന്ന് പറഞ്ഞാൽ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്. എന്ന് പറയുന്നത് RBIയുടെ അണ്ടറിലാണ്. പക്ഷെ ബാങ്കിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് ഇൻക്ലൂഡഡ് അല്ല. NBFC ആയാലും MFI ആയാലും പേയ്മെൻറ്റ്സ് ബാങ്ക് ആയാലും സ്മോൾ ഫിനാൻസ് ബാങ്ക് ആയാലും മുദ്ര ആയാലും ബാങ്കിൻ്റെ സേവനങ്ങളെല്ലാം മറ്റ് യൂണിറ്റുകൾ കിട്ടണമെന്നില്ല. NBFC കിട്ടണമെന്നില്ല, MFI കിട്ടണമെന്നില്ല, പേയ്മെൻറ്റ്സ് ബാങ്ക് കിട്ടണമെന്നില്ല, സ്മോൾ ഫിനാൻസ് ബാങ്ക് കിട്ടണമെന്നില്ല, മുദ്ര. അതെന്ന് പറയുന്നൊരു പർട്ടിക്കുലർ ഫീൽഡിലാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. NBFC എന്ന് പറയുന്നതിന് അതിനൊരു എക്സാമ്പിൾ തന്നെ മുത്തൂറ്റ്, പിന്നെ മണപ്പുറം, അങ്ങനത്തുള്ള അവരുടെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് തന്നെയാണ്. MFI എന്ന് പറഞ്ഞാൽ മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇപ്പോൾ നമ്മൾ കേട്ടുള്ള മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അത് മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്മോൾ സ്കെയിൽ ചെറുകിട സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടി ലോൺ കൊടുക്കുന്നത്. പിന്നെ പേയ്മെൻറ്റ്സ് ബാങ്ക് എന്ന് പറയുന്നത് അതിനും കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എയർടെൽ പേയ്മെൻറ്റ്സ് ബാങ്ക് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിന് കുറച്ച് ലിമിറ്റേഷൻസ് പറഞ്ഞാൽ അത് ഇത്ര രൂപയ്ക്ക് മേൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ ഒക്കത്തില്ല, അത് ലോൺ കൊടുക്കാൻ പറ്റത്തില്ല. അതിൻ്റെ മാക്സിമം ഡെപ്പോസിറ്റ് ഐ തിങ്ക് 50,000 ആണെന്ന് തോന്നുന്നു. 50,000 മുകളിലോട്ട് അത് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്തില്ല. അവർക്ക് ലോൺ കൊടുക്കാൻ പറ്റത്തില്ല. ബട്ട് ഇതെല്ലാം RBIയുടെ അണ്ടറിൽ വരുന്നതാണ്. ബാങ്കിൻ്റെ ഫുൾ ഫീച്ചേഴ്സ് ഇവിടെ നടപ്പാക്കാൻ പറ്റത്തില്ല. അതാണ് പേയ്മെൻറ്റ്സ് ബാങ്ക്. പിന്നെ സ്മോൾ ഫിനാൻസ് ബാങ്ക്, മുദ്ര എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, പ്രധാനമന്ത്രി മുദ്ര യോജന. അന്നേരം ഈ മുദ്ര എന്ന് പറയുന്ന ഒരു ഡെവലപ്പിംഗ് ബാങ്ക് എന്ന് തന്നെ പറയാം. കാരണം മുദ്ര ലോൺ കൊടുക്കുന്നത് ചെറുകിട സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടി, ചെറുകിടയല്ല, ഒരു 10 ലക്ഷം രൂപ വരെ ലോൺ കൊടുക്കും. അത് കൊണ്ട് അവർക്ക് സംരംഭം തുടങ്ങാൻ വേണ്ടി ഇങ്ങനെ ലോൺ കൊടുക്കുന്നു. അതിന് ശിശു, കിഷോർ, തരുൺ എന്ന് പറയുന്ന 3 വിഭാഗമുണ്ട്. 10 ലക്ഷവും 5 ലക്ഷത്തിനും 10 ലക്ഷത്തിനിടയ്ക്ക് 5 ലക്ഷത്തിന് താഴെ, അങ്ങനെ 3 വിഭാഗമായിട്ടാണ് ഇവർ ലോൺ കൊടുക്കുന്നത്. അതെന്ന് പറയുന്നത് മുദ്ര ബാങ്ക് ഉണ്ട്. മുദ്ര ബാങ്ക് വഴി മുദ്ര എന്ന് പറയുന്നൊരു സ്കീം നമ്മൾ സാധാ ബാങ്ക്, SBI, ഫെഡറൽ ബാങ്ക്, എല്ലാ ബാങ്കിലും ഈ മുദ്ര സ്കീം വഴി ലോൺ കിട്ടും. അതെന്ന് പറയുന്നത് മുദ്ര ബാങ്ക് ഉണ്ട്. അതെന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഫീൽഡിൻ്റെ ഒരു ഗ്രോത്തിന് വേണ്ടി. അതെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സ്കീം, ഗവൺമെൻറ്റിൻ്റെ ചില പർട്ടിക്കുലർ ഏരിയ, പർട്ടിക്കുലർ പ്രോജക്റ്റുകൾ. ഇപ്പോൾ ചെറുകിടപരമായിട്ട് ലോൺ കൊടുക്കുകയാണെങ്കിൽ അവരുടെ ആ ലോണ് ഈ ബാങ്കുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഗവൺമെൻറ് സ്കീം ഇംപ്ലൈ ചെയ്യാൻ നടത്തുന്ന ഒരു സ്ഥാപനം എന്ന് തന്നെ പറയാം മുദ്ര ബാങ്ക്. കാരണം നമുക്ക് മുദ്ര ബാങ്കിൽ ചെന്ന് ഡയറക്റ്റ് മുദ്ര ലോണിന് അപ്ലൈ ചെയ്യാൻ ഒക്കത്തില്ല. അതിന് സാധാ ബാങ്കുകളിൽ പോവുക. കാരണം മുദ്ര ബാങ്ക് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ സ്കീമുകൾ മാത്രം എടുക്കുക, അവർ ലോണ് സാധാ ബാങ്കുകൾക്ക് സപ്ലൈ ചെയ്യുക. അത്രയേ ഉള്ളൂ മുദ്രയിലെ ഡെവലപ്പിംഗ് ബാങ്ക്സ്. പിന്നെയെന്ന് പറയുന്നത് നാഷണലൈസേഷൻ. ഈ നാഷണലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്, ഇന്ത്യയിൽ ആദ്യമേ നാഷണലൈസ് ചെയ്ത ബാങ്ക് ഏതെന്ന് ചോദിച്ചാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്.
പക്ഷെ നാഷണലൈസേഷൻ നമ്മൾ മെയിനായിട്ട് കേട്ടിട്ടുള്ള 1969 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി അവർ 14 ബാങ്ക് നാഷണലൈസ് ചെയ്തു. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ RBI ഫോം ചെയ്താൽ പോലും, RBI ആദ്യം ഫോം ചെയ്ത് 1935 ഫോം ചെയ്തതെങ്കിലും അതിൻ്റെ ഫുള്ളി ഷെയർ എന്ന് പറയുന്നത് ആരുടെ കയ്യിലായിരുന്നു? പ്രൈവറ്റിൻ്റെ കയ്യിലായിരുന്നു. അതുകൊണ്ടാണ് 1949 RBIയുടെ മെജോറിറ്റി ഷെയർ ഗവൺമെൻറ് എടുത്തിട്ട് അതങ്ങ് നാഷണലൈസ് ചെയ്തത്. അതിനുശേഷം SBI നാഷണലൈസ് ചെയ്തു 1955. പിന്നെ 1969 14 ബാങ്ക് നാഷണലൈസ് ചെയ്ത് അതും ഇതിൻ്റെ ഫുള്ളി ഷെയർ ഈ പ്രൈവറ്റ് എൻറ്റൈറ്റീസിൻ്റെ കീഴിലായതുകൊണ്ട് ഈ 1969 ഈ ബൾക്കായിട്ട് നാഷണലൈസ് ചെയ്തു. അതിനുശേഷം 1980 6 ബാങ്കുകൾ കൂടി നാഷണലൈസ് ചെയ്തു. ആദ്യം 14 ബാങ്കുകൾ നാഷണലൈസ് ചെയ്തു, പിന്നീട് 6 ബാങ്കുകൾ 1980 നാഷണലൈസ് ചെയ്തു. പിന്നെ 1993 ഒരു ന്യൂ ഇന്ത്യൻ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്കുമായിട്ട് ലിങ്ക് ആയിട്ട്, അതുകൊണ്ടാണ് 20 19 നാഷണൽ ബാങ്ക് അന്ന് ഉണ്ടായിരുന്നത്. ഇപ്പോൾ കറൻ്റ്ലി നിലവിൽ 12 PSU 12 പബ്ലിക് സെക്ടർ ബാങ്കുകൾ ആണ് ഉള്ളത്. അതിൽ നാഷണലൈസ് ചെയ്യുന്നത് ഒരു ആക്ട് വഴിയാണ്. അക്വിസിഷൻ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് അണ്ടർടേക്കിംഗ് ആക്ട്. ബാങ്കിങ് കമ്പനീസ് അക്വിസിഷൻ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് അണ്ടർടേക്കിംഗ് ആക്ട്, ഈ ആക്ട് വഴിയാണ് നാഷണലൈസ് ചെയ്യുന്നത്. അടുത്ത SBI. ഈ SBI വന്നെന്ന് പറഞ്ഞാൽ, SBIയുടെ ഇപ്പോഴുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ SBIയുടെ ആദ്യത്തെ പേരെന്താണ്? അത് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ് SBIയുടെ ആദ്യത്തെ പേര്. ആ ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് 1806 ഫോം ചെയ്ത ബാങ്ക് ഓഫ് കൽക്കട്ട, 1840 ഫോം ചെയ്ത ബാങ്ക് ഓഫ് ബോംബെ, 1843 ഫോം ചെയ്ത ബാങ്ക് ഓഫ് മദ്രാസ്, എല്ലാം കൂടെ ഇതിനെ നമ്മൾ പറയുന്ന പ്രസിഡൻസി ബാങ്ക് എന്നാണ്. ഈ പ്രസിഡൻസി ബാങ്ക് 3 കൂടി 1921 ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആയത്. ഈ ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയാണ് പിന്നീട് 1955 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയത്. അതിൻ്റെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫൗണ്ടർ എന്ന് പറയുന്ന ഒരു മലയാളിയാണ്, ജോൺ മത്തായി. അതാണ് ഫസ്റ്റ് നാഷണലൈസ്ഡ് ബാങ്ക്. ഇനി സ്ട്രക്ചർ ഓഫ് ബാങ്കിങ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സ്ട്രക്ചർ ഓഫ് ബാങ്കിങ്. അപ്പം എപെക്സ് ബാങ്ക് ഓഫ് ഇന്ത്യ, മദർ ഓഫ് ഓൾ ബാങ്ക് എന്നറിയപ്പെടുന്ന RBI ആണ് സെൻട്രൽ ബാങ്ക്. ഈ RBI ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു ഷെഡ്യൂൾഡ് ബാങ്ക് ആൻഡ് അൺഷെഡ്യൂൾഡ് ബാങ്ക്. രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, ഷെഡ്യൂൾഡ് ബാങ്കും അൺഷെഡ്യൂൾഡ് ബാങ്കും. ഈ ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറയുന്ന നമ്മളൊരു പ്രത്യേക പേരിൽ അങ്ങനെ പറയുന്നു വേണ്ട, അത് RBI ആക്ടിൻ്റെ 2E എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ വരുന്നത് കൊണ്ടാണ് അതിനെ ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറയുന്നത്. ഈ നോൺ ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറയുന്ന ആ സെക്ഷനിൽ വരാത്തതിനെയാണ് നോൺ ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറയുന്നത്. ഈ ഷെഡ്യൂൾഡ് ബാങ്കിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, കോപ്പറേറ്റീവ് ബാങ്ക്സ്. കൊമേഴ്ഷ്യൽ ബാങ്ക്സും കോപ്പറേറ്റീവ് ബാങ്ക്സും, അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആയിട്ടും നോൺ കൊമേഴ്ഷ്യൽ ബാങ്ക് ആയിട്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. അപ്പോൾ ഈ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് ക്ലാസിഫൈ ചെയ്യുമ്പോൾ അതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് എന്തുവാണ്? അവർ കസ്റ്റമറുമായിട്ട് ഡയറക്റ്റ് ലിങ്ക് ചെയ്യുന്നു. നമ്മൾ കൊമേഴ്ഷ്യൽ ബാങ്കും നോൺ കൊമേഴ്ഷ്യൽ ബാങ്കുമായിട്ട് ആദ്യം പറയുവാണെങ്കിൽ, കൊമേഴ്ഷ്യലും നോൺ കൊമേഴ്ഷ്യലും പറയുവാണെങ്കിൽ, നമുക്ക് ആദ്യം ഷെഡ്യൂളിൻ്റെ കാര്യമാണ് പറയുന്നത്. ഷെഡ്യൂള് കൊമേഴ്ഷ്യലും നോൺ കൊമേഴ്ഷ്യലും ഉണ്ട്. കൊമേഴ്ഷ്യൽ ബാങ്കും നോൺ കൊമേഴ്ഷ്യൽ ബാങ്കും ഷെഡ്യൂൾ തന്നെ കൊമേഴ്ഷ്യലും നോൺ കൊമേഴ്ഷ്യലും ഉണ്ട്. നമുക്ക് കോപ്പറേറ്റീവ് ബാങ്ക് ഒരു ചെറിയ ടോപ്പിക്കായിട്ട് പഠിച്ചാൽ മതി. അത് അൺഷെഡ്യൂൾഡ് ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്ക് ചെറിയ ടോപ്പിക്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ, നോൺ കൊമേഴ്ഷ്യൽ ബാങ്കും. ഈ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ കസ്റ്റമറായിട്ട് ഡയറക്റ്റ് ഡീൽ ചെയ്യുന്ന, അത് പ്രോഫിറ്റിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു ബാങ്കാണ്. അവർ കസ്റ്റമറായിട്ട് ഡയറക്റ്റ് ഡീലിംഗ് ആണ്.
കസ്റ്റമറായിട്ട് ഡയറക്റ്റ് ഡീലിംഗ് എന്ന് പറയുന്നത് അവരെന്തുവാണ്, നമ്മൾ സാധാ ഒരു ബാങ്കിൽ ചെല്ലുന്നു, ഒരു SBI ബാങ്ക്, ഫെഡറൽ ബാങ്ക്, അവിടെ നമ്മൾ ഡയറക്റ്റ് ഡീലിംഗ്, നമുക്കൊരു അക്കൗണ്ട് തുടങ്ങണം അവിടെ. അന്നേരം അവർ നമ്മൾ ഡയറക്റ്റ് ഡീലിംഗ് ആണ്. ഒരു ലോൺ എടുക്കണം, അത് നമുക്ക് ഡയറക്റ്റ് ഡീലിംഗ് ആണ്, അതാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്. പക്ഷേ ഡയറക്റ്റ് ഡീലിംഗ് ഇല്ലാത്തതാണ് നോൺ കൊമേഴ്ഷ്യൽ ബാങ്ക്. നമ്മൾ നേരത്തെ പഠിച്ച മുദ്ര, അതൊരു ഡെവലപ്പിംഗ് ബാങ്ക്, അല്ലെങ്കിൽ നോൺ കൊമേഴ്ഷ്യൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് ഡെവലപ്പിംഗ് ബാങ്ക്. അത് ലോണൊക്കെ കിട്ടുന്നത്, ലോണെന്ന് പറയുന്നത് അവർ നബാർഡ് പോലത്തുള്ള ഏജൻസീസ് ഉണ്ട്, നബാർഡ്, എക്സിം ബാങ്ക്, പിന്നെ സിഡ്ബി, അവർ ലോണ് ഗ്രാൻഡ് ചെയ്യുന്നു. ആർക്ക്? കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക്. SBI, ഫെഡറൽ ബാങ്ക് പോലുള്ള കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് ലോൺ ഗ്രാൻഡ് ചെയ്യുന്നത് ആരാണ്? നോൺ കൊമേഴ്ഷ്യൽ ബാങ്ക് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് ബാങ്ക്. അതാണ് കൊമേഴ്ഷ്യൽ ബാങ്കും നോൺ കൊമേഴ്ഷ്യൽ ബാങ്കും തമ്മിലുള്ള ഡിഫറൻസ്. ഈ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്നത് വി ക്യാൻ ഡെപ്പോസിറ്റ് ആൻഡ് ഫോം അക്കൗണ്ട് ആൻഡ് ഗ്രാൻഡ് ലോൺസ്. അവരുടെ കസ്റ്റമറായിട്ട് ഡയറക്റ്റ് ഇൻട്രാക്ഷൻ വരുന്നുണ്ട്. എവിടെ? കൊമേഴ്ഷ്യൽ ബാങ്ക്. നോൺ കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ബാങ്കുകളിൽ കസ്റ്റമറായിട്ട് ഡയറക്റ്റ് ഇൻട്രാക്ഷൻ വരുന്നില്ല. അപ്പോൾ ഈ കൊമേഴ്ഷ്യൽ ബാങ്കിനെ പബ്ലിക് സെക്ടർ ബാങ്കുകളും പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളും ഫോറിൻ ബാങ്കുകളും റീജിയണൽ റൂറൽ ബാങ്കുകളുമായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഏതാണ്? കൊമേഴ്ഷ്യൽ ബാങ്ക്സിനെ പബ്ലിക്, പ്രൈവറ്റ്, ഫോറിൻ, റീജിയണൽ റൂറൽ ബാങ്ക് എന്നിവയായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഈ പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് പറയുന്നത് 51% അതിൽ കൂടുതൽ ഷെയറും പബ്ലിക് ഗവൺമെൻറ് കീഴിലായിരിക്കും. പ്രൈവറ്റ് സെക്ടർ എന്ന് പറയുന്നത് 51%, അതിൽ കൂടുതലും പ്രൈവറ്റ് സെക്ടറിൻ്റെ കീഴിലായിരിക്കും. ഫോറിൻ ബാങ്ക് എന്ന് പറയുന്നത് അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഫോറിൻ കൺട്രീസിലായിരിക്കും. റീജിയണൽ റൂറൽ ബാങ്ക് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ബാങ്കുകളാണ് റീജിയണൽ റൂറൽ ബാങ്ക്. എക്സാമ്പിൾ കേരള ഗ്രാമീൺ ബാങ്ക് പോലത്തുള്ള. ഇപ്പോൾ നമ്മൾ പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് പറയുന്നത് SBI, അതിന് എക്സാമ്പിൾ ഏതാണ്? SBIയും നാഷണലൈസ്ഡ് ബാങ്കുകളും. അപ്പോൾ SBI ഒരു ചോദ്യം വരാം, SBI നാഷണലൈസ്ഡ് ആണോ? ആണ്. ആദ്യം നാഷണലൈസ് ചെയ്തത് തന്നെ SBI ആണ്. SBIയും നാഷണലൈസ്ഡ് ബാങ്ക്. ഈ നാഷണലൈസ്ഡ് ബാങ്ക് എന്ന് പറയാൻ കാരണം ബൾക്കായിട്ട് നാഷണലൈസ് ചെയ്ത് 1969 അങ്ങനെ പറഞ്ഞാണ് നാഷണലൈസ്ഡ് ബാങ്ക് എന്ന് പറയുന്നത്. IBPSന് കീഴിൽ വരുന്ന നാഷണലൈസ്ഡ് ബാങ്കുകൾ, പിന്നെ SBI, ഇതെല്ലാം പബ്ലിക് സെക്ടർ ബാങ്കാണ്. ഇതിൻ്റെ 51% അതിൽ കൂടുതൽ ഷെയറും ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്. പ്രൈവറ്റ് സെക്ടർ എന്ന് പറയുന്ന മേജർ ഷെയർ പ്രൈവറ്റ് 51%, അത് കൂടുതലും പ്രൈവറ്റ് എൻറ്റിറ്റീസിൻ്റെ കീഴിലാണ് പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ. ഈ പ്രൈവറ്റ് സെക്ടർ ബാങ്കിനെ നമ്മൾ എഗെയിൻ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് ഓൾഡ് ജനറേഷൻ ബാങ്ക്, ന്യൂ ജനറേഷൻ ബാങ്ക് എന്ന് പറയുന്നത്. ഈ ന്യൂ ജനറേഷൻ ബാങ്ക് എന്ന് പറയുന്നത് നമ്മളൊരു 91 to 96 കാലഘട്ടങ്ങളിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവും അന്നത്തെ ഫിനാൻസ് മിനിസ്റ്റർ എന്ന് പറഞ്ഞ മൻമോഹൻ സിംഗും ഒരു കമ്മിറ്റി രൂപീകരിച്ചു. അതാണ് നരസിംഹറാവു കമ്മിറ്റി. നരസിംഹ കമ്മിറ്റി രൂപീകരിച്ച് അന്നാണ് ഈ ലിബറലൈസേഷൻ കൂടുതൽ പ്രാധാന്യം നൽകിയത്. അന്ന് ലിബറലൈസേഷൻ പ്രാധാന്യം നൽകിയപ്പോൾ അന്ന് കുറച്ച് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് മാത്രം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ICICI ബാങ്ക്, HDFC ബാങ്കുകൾക്ക് ഇവർ ലൈസൻസ് കൊടുത്തു. ഇവർ ഈ ലൈസൻസ് കൊടുത്തതിന് ശേഷം ആണ് അവർ RBIയുടെ ആക്ട് എല്ലാം ചെക്ക് ചെയ്തപ്പോൾ RBI ലൈസൻസ് കൊടുത്ത് ഇവർ എലിജിബിൾ ആണ് എന്ന് പറഞ്ഞ് ലൈസൻസ് കൊടുത്തതിന് ശേഷമാണ് HDFC ബാങ്ക്, ICICI ബാങ്കും ആ കാലഘട്ടങ്ങളിൽ വന്നത്. അന്നേരം അതിനെ പറയുന്നതാണ് ന്യൂ ജനറേഷൻ ബാങ്ക്. അന്നേരം അതിന് മുമ്പേ ഓൾഡ് ജനറേഷൻ ബാങ്ക് എന്ന് പറയുന്നത് അതിന് മുമ്പേ ഉണ്ടായിരുന്നു. ഓൾഡ് ജനറേഷൻ എന്ന് പറയുന്നത് അതിന് മുമ്പേ ഫെഡറൽ ബാങ്ക്, കാരൂർ വൈശ്യ ബാങ്ക്, കർണാടക ബാങ്ക്, അങ്ങനത്തുള്ള ബാങ്കുകൾ ഉണ്ടായിരുന്നു. അതിനെ നമ്മൾ ഓൾഡ് ജനറേഷൻ ബാങ്ക് എന്നും പറയുന്നു. അപ്പോൾ ഏതൊക്കെയാണ്? പ്രൈവറ്റ് സെക്ടർ ബാങ്കിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരുന്നു. ഏതാണ്? ന്യൂ ജനറേഷനും ഓൾഡ് ജനറേഷനും. ഈ ന്യൂ ജനറേഷൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ന്യൂ ജനറേഷൻ എക്സാമ്പിൾ ICICI ബാങ്ക്, HDFC ബാങ്ക്, അങ്ങനത്തുള്ള ബാങ്കുകളാണ് ന്യൂ ജനറേഷൻ ബാങ്ക്. ഓൾഡ് ജനറേഷൻ ഫെഡറൽ ബാങ്ക്, കാരൂർ വൈശ്യ ബാങ്ക്, അങ്ങനത്തുള്ള ബാങ്കുകളാണ് ഓൾഡ് ജനറേഷൻ ബാങ്ക്. പിന്നെ ഫോറിൻ ബാങ്കുകൾ എന്ന് പറയുന്നത് അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഫോറിൻ കൺട്രീസിലാണ്. അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ HSBC ബാങ്ക്, റോയൽ ബാങ്ക് ഓഫ് സ്കോട്ട്ലാൻഡ്, ബാങ്ക് ഓഫ് അമേരിക്ക, അങ്ങനത്തുള്ള ബാങ്കുകളാണ് ഫോറിൻ ബാങ്കുകൾ. അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ JB മോർഗൻ, അങ്ങനത്തുള്ള ബാങ്കുകൾ അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് അവിടെയാണ്, ഫോറിൻ കൺട്രീസിലാണ്. പിന്നീട് പറയുകയാണെങ്കിൽ റീജിയണൽ റൂറൽ ബാങ്ക്. റീജിയണൽ റൂറൽ ബാങ്കിനെ പറ്റി നമ്മൾ ലാസ്റ്റ് നോക്കും.
പിന്നെ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത് നമ്മൾ പറയുകയാണെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്ക് നമ്മുടെ സഹകരണ ബാങ്ക് അത് കേരളത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേരളത്തിലാണ് ഈ കോപ്പറേറ്റീവ് ബാങ്കുകളുടെ പ്രാധാന്യം കൂടുതൽ. അതെന്ന് പറയുന്നത് അവിടെ വലിയ ലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതല്ല എന്നാണ് കോപ്പറേറ്റീവ് ബാങ്കുകൾ പൊതുവെ പറയുന്നത്. അതെന്ന് പറയുന്നത് അതിൻ്റെ എന്താ പറയുന്നത് കോപ്പറേറ്റീവ് ബാങ്ക് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ 1949 അല്ലെങ്കിൽ RBIയുടെ കീഴിൽ വരാത്ത ബാങ്കുകളാണ് കോപ്പറേറ്റീവ് ബാങ്കുകൾ അല്ലെങ്കിൽ സഹകരണ ബാങ്കുകൾ. അത് നമ്മളൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ ഡീമോണിറ്റൈസേഷൻ നടന്നപ്പോൾ നോട്ട് നിരോധനം അത് നടന്നപ്പോൾ ഈ 500-ൻ്റെ 1000-ൻ്റെ നോട്ടുകൾ കോപ്പറേറ്റീവ് ബാങ്കുകളിൽ മാറാനൊക്കത്തില്ല. അന്നേരം ബാങ്കിങ് RBI പറഞ്ഞതെന്ന് പറഞ്ഞാൽ സഹകരണ ബാങ്ക് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1948 ഇല്ലാത്ത ബാങ്കുകളാണ്, ഇംപ്ലൈ ചെയ്യാത്ത ബാങ്കുകളാണ് കോപ്പറേറ്റീവ് ബാങ്ക്. സോ RBIയുടെ കീഴിൽ വരുന്നില്ല. അന്നേരം അതുകൊണ്ട് RBI ഇഷ്യൂ ചെയ്ത ആ 500-ൻ്റെ 1000 കറൻസി മാറാൻ കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് പറ്റത്തില്ലെന്ന് അവർ പറഞ്ഞായിരുന്നു. അങ്ങനെ ഒരു ഇഷ്യൂ നമ്മൾ ലേറ്റസ്റ്റ് കുറച്ച് നാൾ മുമ്പ് അത് കേട്ടായിരുന്നു. അങ്ങനെ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞാൽ RBIയുടെ കീഴിൽ വരാത്ത ബാങ്കാണ് കോപ്പറേറ്റീവ് ബാങ്കുകൾ. ഇനി അടുത്ത് നമ്മൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ നമ്മൾ പഠിച്ചതാണ് പബ്ലിക് സെക്ടർ ബാങ്ക് 51% മെജോറിറ്റി സ്റ്റേക്കും ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്. ഇപ്പോൾ കറൻ്റ്ലി 12 PSB ഉണ്ട്, പബ്ലിക് സെക്ടർ ബാങ്ക് ഉണ്ട്. പ്രൈവറ്റ് HDFC, ICICI, UTI എന്ന് പറയുന്ന ഇപ്പോഴത്തെ പേര് ആക്സിസ് ബാങ്ക്. നമ്മൾ HDFC, ICICIയുടെ UTIയുടെ എന്ന് പറയുന്ന ന്യൂ ജനറേഷൻ ബാങ്ക് നമ്മൾ പറഞ്ഞായിരുന്നു 1991-96 കാലഘട്ടങ്ങളിൽ നരസിംഹറാവു കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിൽ ലിബറലൈസേഷൻ നടന്നതിൻ്റെ ഭാഗമായി ICICI ബാങ്കിനും HDFC ആ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്കും ബാങ്കിൻ്റെ ലൈസൻസ് RBI നൽകി. അതിൻ്റെ ഫലമായി രൂപം കൊണ്ട ബാങ്കുകളാണ് HDFC, ICICI ബാങ്കുകൾ. അതാണ് ന്യൂ ജനറേഷൻ ബാങ്കാണ്. പിന്നീട് ഫോറിൻ ബാങ്കിൻ്റെ കാര്യം പറഞ്ഞാൽ JB മോർഗൻ, HSBC, റോയൽ ബാങ്ക് ഓഫ് സ്കോട്ട്ലാൻഡ്, ബാങ്ക് ഓഫ് അമേരിക്ക. പിന്നെ ഡെവലപ്പിംഗ് ബാങ്കിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. ഡെവലപ്പിംഗ് ബാങ്കിൻ്റെ മറ്റൊരു പേരാണ് എന്ത് നോൺ കൊമേഴ്ഷ്യൽ ബാങ്ക്. ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ മറ്റു പേരാണ് നോൺ കൊമേഴ്ഷ്യൽ ബാങ്ക്. നമ്മൾ നേരത്തെ നബാർഡ്, എക്സിം, സിഡ്ബി, മുദ്ര. നബാർഡ് എന്ന് പറയുന്നത് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. അത് ഫോം ചെയ്ത് 1982 ശിവരാമൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ശുപാർശയിലാണ് നബാർഡ് രൂപീകരിച്ചത്. അത് അഗ്രികൾച്ചറൽ പരമായിട്ട് ഗവൺമെൻറ്റിൻ്റെ അഗ്രികൾച്ചറൽ പദ്ധതികൾക്ക് ലോണ് നൽകുന്നത്. ഈ ലോണ് നമുക്ക് ഡയറക്റ്റ് നൽകുന്നത് ആ നബാർഡ് മറ്റ് ബാങ്കുകളിലേക്കാണ് നൽകുന്നത്. അങ്ങനെയാണ് നബാർഡിൻ്റെ ഫംഗ്ഷൻ. എക്സിം ബാങ്ക് എന്ന് പറയുന്നത് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക്. എക്സ്പോർട്ട് ഇമ്പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സിന് അതിന് കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയാണ് എക്സിം ബാങ്കിൻ്റെ പർപ്പസ്. പിന്നെയെന്ന് പറയുന്നത് സിഡ്ബി, സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതാണ് ചെറുകിട സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടി മറ്റ് ബാങ്കുകൾക്ക് ലോൺ കൊടുക്കുന്നതാണ് സിഡ്ബി. പിന്നെ മുദ്ര ബാങ്ക് എന്ന് പറഞ്ഞാൽ മുദ്ര ലോൺ മറ്റ് ബാങ്കുകൾക്ക് നൽകുന്നതാണ് മുദ്രയുടെ ഫംഗ്ഷൻ. പിന്നെ നമ്മൾ പഠിച്ചു റീജിയണൽ റൂറൽ ബാങ്ക് 1975 നരസിംഹം കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് വന്നത്. അണ്ടർ RRB ആക്ട് 1976 റീജിയണൽ റൂറൽ ബാങ്ക് വന്നപ്പോഴും ആദ്യത്തെ പ്രഥമ ബാങ്ക് റീജിയണൽ റൂറൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ പ്രഥമ ബാങ്ക് 1975 വന്നു. എന്നിട്ടാണ് അതൊരു ആക്ട് ആയത്, RRB ആക്ട് 1976. അത് നരസിംഹം കമ്മിറ്റിയുടെ ശുപാർശയിൽ. അതെന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് 50% ഷെയറുണ്ട്, സ്പോൺസേർഡ് ബാങ്ക് 35% ഷെയറുണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ് 15% ഷെയറുണ്ട്. മെജോറിറ്റി ഷെയർ സെൻട്രൽ ഗവൺമെൻറ്റാണ്. പക്ഷേ അതിനൊരു സ്പോൺസേർഡ് ബാങ്കും ഉണ്ട്. ഒരു പർട്ടിക്കുലർ ബാങ്ക് അതിന് സ്പോൺസർ ആയിരിക്കും. പിന്നീട് സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ന് പറയുന്നത് 15%. അതെന്ന് പറയുന്നത് ഈ റീജിയണൽ റൂറൽ ബാങ്ക് എന്നൊരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞാൽ കേരള ഗ്രാമീൺ ബാങ്ക്. ഈ കേരള ഗ്രാമീൺ ബാങ്ക് മറ്റ് സംസ്ഥാനങ്ങളിലെങ്ങും ഇല്ല. തമിഴ്നാട്ടിൽ പാണ്ഡ്യ ബാങ്ക്, പല്ലവ ബാങ്ക്, അങ്ങനെ പല പല ബാങ്കുകളുണ്ട്. അങ്ങനെ അത് പർട്ടിക്കുലർ റീജിയനിൽ മാത്രമാണ് ഈ റീജിയണൽ റൂറൽ ബാങ്കിൻ്റെ ഫംഗ്ഷൻ. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ റീജിയണൽ റൂറൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ കേരള ഗ്രാമീൺ ബാങ്കാണ്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അവിടെയാണ്, മലപ്പുറം. ഏറ്റവും കൂടുതൽ റീജിയണൽ റൂറൽ ബാങ്ക് ഉള്ളത് ഉത്തർപ്രദേശിലാണ്. റീജിയണൽ റൂറൽ ബാങ്ക് ഇല്ലാത്തത് എവിടെയാണ്? ഗോവയും സിക്കിമിലുമാണ്. ഇതിപ്പോൾ ഉള്ള
12 പബ്ലിക് സെക്ടർ ബാങ്കുകളാണ്. ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, കാനറ ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, യൂക്കോ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. ഈ കാനറ ബാങ്കാണ് നമ്മുടെ കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ സ്പോൺസർ. കേരളത്തിലെ സ്പോൺസർ എന്ന് പറഞ്ഞാൽ കാനറ ബാങ്കാണ്. ഓക്കെ. അപ്പോൾ ഈ 12 പബ്ലിക് സെക്ടർ ബാങ്കുകൾ, അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സും അതിൻ്റെ ചെയർമാൻ, MD ആൻഡ് CEO എല്ലാം നമ്മൾ നോക്കണം. പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് ശക്തികാന്ത ദാസ്, ഇപ്പോഴത്തെ RBI ഗവർണർ. അപ്പം നമ്മൾ മെയിൻ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. സ്ട്രക്ചർ ഓഫ് ബാങ്കിങ്, ഹിസ്റ്ററി ഓഫ് ബാങ്കിങ് എന്നിവ പഠിച്ചു. ഇപ്പോൾ ബാങ്കിങ്ങിൻ്റെ സ്ട്രക്ചർ നമ്മൾ ഒന്നുകൂടെ പറയുന്നത് RBI ഷെഡ്യൂൾഡും അൺഷെഡ്യൂൾഡ് ബാങ്ക് കൊണ്ടാണ്. അൺഷെഡ്യൂൾഡ് എന്ന് പറയുന്നത് കോപ്പറേറ്റീവ്, അർബൻ കോപ്പറേറ്റീവ്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കായിട്ട് വരും. നമ്മൾ കോപ്പറേറ്റീവ് ബാങ്ക് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. മറ്റേ കൊമേഴ്ഷ്യൽ ബാങ്കുകളാണ് മെയിനായിട്ട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. കൊമേഴ്ഷ്യൽ ബാങ്കുകൾ, നോൺ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ, അങ്ങനെ 2 ടൈപ്പ് ഉണ്ട്. ഇതിൻ്റെ കൂടെ നോൺ കൊമേഴ്ഷ്യൽ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഉണ്ട്. ഈ നോൺ കൊമേഴ്ഷ്യലാണ്, അതിൻ്റെ മറ്റൊരു പേരാണ് ഡെവലപ്പിംഗ് ബാങ്ക്. അതാണ് സിഡ്ബി, നബാർഡ്, എക്സിം അങ്ങനത്തുള്ള ബാങ്കുകൾ. കൊമേഴ്ഷ്യൽ ബാങ്ക് ഏതാണ്? പബ്ലിക് സെക്ടർ ബാങ്ക്, പ്രൈവറ്റ് സെക്ടർ ബാങ്ക്, ഫോറിൻ ബാങ്ക്, റീജിയണൽ റൂറൽ ബാങ്ക്. പബ്ലിക് സെക്ടർ ബാങ്ക് SBI ആൻഡ് 40 നാഷണലൈസ്ഡ്. പ്രൈവറ്റ് സെക്ടർ എന്ന് പറഞ്ഞാൽ ഓൾഡ് ജനറേഷൻ, ന്യൂ ജനറേഷൻ എന്ന് പറയുന്നു. ഫോറിൻ ബാങ്ക്, ഫോറിൻ കൺട്രീസിൽ ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ട്. പിന്നെ റീജിയണൽ റൂറൽ ബാങ്ക് 1975 ഫോം ചെയ്ത ആദ്യത്തെ ബാങ്ക് പ്രഥമ ബാങ്ക്. ഈ ആക്ട് 1976. കേരളത്തിലെ കേരള ഗ്രാമീൺ ബാങ്ക്, ഹെഡ് ക്വാർട്ടേഴ്സ് മലപ്പുറം. അതിൻ്റെ സ്പോൺസേർഡ് ബാങ്ക് കാനറ ബാങ്ക്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ടോപ്പിക്ക്. ഇനി നമുക്ക് ഒരുപാട് ആക്റ്റുകൾ പഠിക്കാനുണ്ട്. ബാങ്കിങ് റെഗുലേഷൻ ആക്ടിനെ പറ്റിയും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട്, അത് കുറച്ച് ക്ലാസ്സായിട്ട് തന്നെ പഠിക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ വേറെ അങ്ങനെ പ്രത്യേകിച്ച് ഈ ഫീൽഡിൽ നിന്ന് ഇല്ല, നമ്മൾ ഇത്രയും പഠിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു.